ഹായ് വെൽക്കം ടു ഐമിഷാസ് വേൾഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻ്റെ പേര് വോട്ടർ ഹെൽപ്പ് ലൈൻ. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ പേരുണ്ടോ എന്ന് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മൾ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് താഴെ ഐ എഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ലോഗിൻ ചെയ്യാനാണ് കാണിക്കുന്നത്. നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ഇതിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ന്യൂ യൂസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതുവഴി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് താഴെ സ്കിപ്പ് ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇവിടെ സെർച്ച് യുവർ നെയിം ഇൻ ഇലക്ടോറൽ റോൾ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന് സെർച്ച് ബൈ ഡീറ്റെയിൽസ്, ഒന്ന് സെർച്ച് ബൈ എപ്പിക് നമ്പർ, മൂന്നാമത്തെ സെർച്ച് ബൈ ബാർകോഡ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് സെർച്ച് ബൈ ഡീറ്റെയിൽസ്. അതിൽ നമ്മൾ നെയിം, ഫാദർ നെയിം, ഏജ്, ജെൻഡർ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് എപ്പിക് നമ്പർ. ഇവിടെ നമ്മളെ വോട്ടർ ഐ ഡി കാർഡിലുള്ള നമ്പർ വെച്ചിട്ടാണ് ഇത് സെർച്ച് ചെയ്യുന്നത്. മൂന്നാമത്തെ സെർച്ച് ബൈ ബാർകോഡ്. അത് നമ്മൾ ബാർകോഡ് വെച്ചിട്ട് നമ്മളെ വോട്ടർ ഐ ഡിയിൽ ഉണ്ടാകുന്ന ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഈ ഓപ്ഷന്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ബൈ എപ്പിക് നമ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് എൻ്റർ യുവർ എപ്പിക് നമ്പർ. ഇവിടെ നമുക്ക് നമ്മുടെ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ഫുള്ളായിട്ട് നമ്മളെ പേര്, നമ്മളെ അഡ്രസ്സ്, എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ എവിടെയാണ് നമുക്ക് വോട്ട് ഉള്ളത് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് താഴെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഡൗൺലോഡ് ചെയ്തിപ്പോൾ സേവ് ആയിട്ടുണ്ട്, എൻ്റെ മൊബൈലിൽ സേവ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ 3 ഓപ്ഷൻ, നേരത്തെ പറഞ്ഞത് 3 ഓപ്ഷൻ ഉണ്ട്. 3 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.